കൗരവസഭയിലേക്ക് യാത്രയാകുന്ന ശ്രീകൃഷ്ണൻ വീണ്ടും പറയുകയാണ്, ഭീഷ്മരും ദ്രോണരുമൊക്കെ യുദ്ധമൊഴിവാക്കുവാൻ ദുര്യോധനനോട് പറഞ്ഞിട്ടും അതൊന്നും അനുസരിക്കാത്ത ദുര്യോധനനാണോ പിന്നെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത്? അതുകൊണ്ട് യുദ്ധം അനിവാര്യമാണെന്നു തന്നെ തീർച്ചപ്പെടുത്തിക്കൊള്ളുക. പക്ഷേ യുധിഷ്ഠിരൻ്റെ നിർദ്ദേശം എനിക്ക് സ്വീകരിച്ചേ മതിയാവൂ. അതുകൊണ്ടാണ് ഞാൻ കൗരവസഭയിലേക്ക് ഇപ്പോൾ പോകുന്നത്. വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യാം. എങ്ങനെയെങ്കിലും യുദ്ധം ഒഴിവായെങ്കിൽ അത് നല്ലത്. ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു നിർത്തി. അതുപോലെ നകുലനും സഹദേവനും ശ്രീകൃഷ്ണന് ശുഭാശംസകൾ നേരുന്നു. 7 അക്ഷൗഹിണി സൈന്യങ്ങൾ യുദ്ധസന്നദ്ധരായി ഇവിടെ നിൽക്കുന്ന കാര്യം അവർ ശ്രീകൃഷ്ണനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എങ്കിലും സമാധാനത്തിനു വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യണമല്ലോ. ദൗത്യം ഫലിക്കുമെന്ന വിശ്വാസമില്ലെങ്കിലും ശ്രീകൃഷ്ണ ദൗത്യത്തെ അവർ അനുകൂലിച്ചു. എല്ലാവരും പറയുന്നത് ശ്രീകൃഷ്ണൻ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുന്നു.